നമസ്തേ. വീണ്ടും പഴയ ഒരു കേസ് പുറത്തു വരുന്നു, ഉത്തരമില്ലാതെ. സുകുമാരക്കുറുപ്പ് എവിടെയാണ്? 1984 UAE ജോലി ചെയ്തിരുന്ന ഈ സുകുമാരക്കുറുപ്പ് എന്ന പേരിൽ അറിയപ്പെടുന്ന PK ഗോപാലകൃഷ്ണക്കുറുപ്പ് എന്ന ഒറിജിനൽ പേരുള്ള ചെങ്ങന്നൂർ ചെറിയനാട് ദേശത്ത് ശിവദാസക്കുറുപ്പിൻ്റെ മകനായ സുകുമാരക്കുറുപ്പ് സർട്ടിഫിക്കറ്റിൽ PK ഗോപാലകൃഷ്ണക്കുറുപ്പ് എന്ന് രേഖപ്പെടുത്തിയിട്ടുള്ള ഇദ്ദേഹം ഗൾഫിലെ കമ്പനിയിൽ ഇൻഷുറൻസ് അടിച്ചു മാറ്റാനായി മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയാൽ അത് വെച്ച് അവരുടെ കുടുംബത്തിന് ക്ലെയിം ചെയ്താൽ അന്നത്തെ ഒരു 8 ലക്ഷം രൂപ ഇന്ത്യൻ രൂപ കിട്ടുന്ന ഒരു വലിയ ഇൻഷുറൻസ് തട്ടിയെടുക്കാൻ വേണ്ടി നാട്ടിൽ വന്ന് സ്വന്തം അളിയനായ ഭാസ്കരക്കുറുപ്പും സുഹൃത്തായ സാഹുവും അന്നത്തെ ഡ്രൈവർ പൊന്നപ്പനും കൂടി ഒരു മരിച്ച ശരീരം എവിടെ നിന്നെങ്കിലും സംഘടിപ്പിച്ച് അത് കാറിൽ വെച്ച് കത്തിച്ച് കളഞ്ഞ് ഒരു സുകുമാരക്കുറുപ്പ് മരിച്ചതായിട്ട് റെക്കോർഡ് ഉണ്ടാക്കാൻ വേണ്ടി ഇവർ പ്ലാൻ ചെയ്യുന്നു. ആദ്യം അവർ മെഡിക്കൽ കോളേജിൽ നിന്നും ഒരു ബോഡി തട്ടിയെടുക്കാനൊക്കെ ഒരു പരിശ്രമം നടത്തി നോക്കി, പക്ഷേ അത് നടന്നില്ല. പിന്നീട് വൈകുന്നേരങ്ങളിൽ എവിടെയെങ്കിലും ഇരുന്ന് മദ്യം കഴിച്ചതിന് ശേഷം തോന്നിയ ഒരു കുബുദ്ധിയായിരിക്കാം, രാത്രിയിൽ സെക്കൻഡ് ഷോ സിനിമ കഴിഞ്ഞ്, അതായത് ഫിലിം റെപ്രസെൻറ്റേറ്റീവായി ജോലി ചെയ്യുന്ന ചാക്കോ സെക്കൻഡ് ഷോ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാനായിട്ട് റോഡിൽ ബസ് കാത്തു നിൽക്കുമ്പോൾ അതിൽ ഇവർ കാറുമായി വരുന്നു. കാറ് കൈ കാട്ടുന്നു, കാരണം ഒരു ലിഫ്റ്റ് കിട്ടിയാൽ നല്ലതല്ലേ. അങ്ങനെ ആ കാറിൽ കയറ്റി ഇവർ പോകുന്നു. ഈ പോകുന്ന പോക്കിൽ ബാക്കിലിരിക്കുന്നവർ ചാക്കോയുടെ കഴുത്തിൽ കയറിട്ട് മുറുക്കി കൊല്ലുന്നു. ഇതൊക്കെ ആയിരിക്കാം അന്ന് നടന്നിട്ടുണ്ടാവുക. എന്നിട്ട് ഈ കാറ് ഒരു പാലത്തിൻ്റെ അടിയിൽ കൊണ്ടുപോയി നിർത്തി ആ ഡ്രൈവർ സീറ്റിൽ ചാക്കോനെ പിടിച്ചിരുത്തി കാറ് കത്തിച്ചു കളയുന്നു. അത് ആ കാറിൻ്റെ നമ്പർ അത് സുകുമാരക്കുറുപ്പിൻ്റെ കാറായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസം സുകുമാരക്കുറുപ്പ് കാർ ആക്സിഡൻറ്റിൽ കത്തി മരിച്ചുപോയി എന്ന് ന്യൂസൊക്കെ വന്നു. പക്ഷേ സമർത്ഥരായ കേരള പോലീസ് അതിസമർത്ഥമായി ആ കാറും പരിസരവുമൊക്കെ ശരിയായ ശാസ്ത്രീയ വശത്തുകൂടി അന്വേഷിച്ച് രേഖകളുണ്ടാക്കിയപ്പോൾ മരിച്ചിരിക്കുന്നത് സുകുമാരക്കുറുപ്പല്ല എന്ന് മനസ്സിലാവുകയും യഥാർത്ഥമായി മരിച്ചിരിക്കുന്നത് ഈ ഫിലിം റെപ്രസെൻറ്റേറ്റീവായ ചാക്കോയാണെന്നും കണ്ടെത്തുന്നു. അങ്ങനെ ആ ദിവസം തന്നെ സുകുമാരക്കുറുപ്പ് അവിടെ നിന്നും മുങ്ങുന്നു. പക്ഷേ സമർത്ഥരായ കേരള പോലീസ് സുകുമാരക്കുറുപ്പിനെ ഫോളോ ചെയ്ത് ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. സുകുമാരക്കുറുപ്പ് ആലുവയിലെ ഒരു ലോഡ്ജിൽ വന്ന് റൂമെടുത്ത് മനസ്സിലാക്കി പോലീസ് അവിടെ ആ ലോഡ്ജിലേക്ക് എത്തുമ്പോഴേക്കും സുകുമാരക്കുറുപ്പ് അവിടെ നിന്ന് രക്ഷപ്പെട്ടിരുന്നു. പിന്നീട് സുകുമാരക്കുറുപ്പിനെ എവിടെയും കാണാൻ സാധിച്ചിട്ടില്ല. അന്ന് അന്യ സംസ്ഥാനത്തിലേക്ക് തമിഴ്നാട് വഴി നേപ്പാളിലെത്തുകയും നേപ്പാളിൽ നിന്ന് പിന്നെ എങ്ങോട്ട് പോയി എന്നും ആർക്കും ഒരു വിവരവുമില്ലാതെ ഇരിക്കുന്ന സമയത്ത്, ഇത് നടന്നത് 1984 ആ സംഭവം നടക്കുമ്പോൾ തന്നെ ഈ സുകുമാരക്കുറുപ്പിന് കേരള രാഷ്ട്രീയത്തിലും സമുദായത്തിലും പോലീസിലും വലിയ തോതിലുള്ള
അടുപ്പവും ബന്ധവും ഉള്ളത് കൊണ്ടായിരുന്നു അദ്ദേഹത്തിന് ഇത്ര നിസ്സാരമായിട്ട് ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ കണ്ണു വെട്ടിച്ച് ഇവിടുന്ന് രക്ഷപ്പെടാൻ സാധിച്ചത്. ആ ബന്ധം രാഷ്ട്രീയത്തിലായാലും സമുദായത്തിലായാലും അല്ലെങ്കിൽ പോലീസിലായാലും ഉള്ള ആ ബന്ധം ഇപ്പോഴും സുകുമാരക്കുറുപ്പിനുണ്ട് എന്നാണ് പറയുന്നത്. എന്നാൽ പോലും 2017 അതായത് ഇത് കഴിഞ്ഞിട്ട് ഒരു 32 കൊല്ലം ആയിട്ട് 2017 അന്നത്തെ ADGP നിതിൻ അഗർവാൾ അദ്ദേഹം ഈ ഫയൽ അവിടെ ഇരിക്കുകയാണ്. ഈ ചാക്കോ വധ കേസ് എന്ന് പറയുന്നത് ക്ലോസ് ചെയ്തിട്ടില്ല. അതായത് ലോങ് പെൻഡിങ് കേസായിട്ട് ഒരിക്കലും ക്ലോസ് ചെയ്യാതെ ഇരിക്കുന്ന ഒരു ഫയലാണ് ഇത്. അന്നത്തെ ADGP ഫയൽ കണ്ടപ്പോൾ ഇതൊന്ന് അന്വേഷിച്ചാൽ നന്നായിരിക്കും. അന്നൊരു ഇത്തരം കൊലപാതകങ്ങൾ അന്വേഷിക്കാനായിട്ട്, കണ്ടെത്താത്ത കൊലപാതകങ്ങൾ കണ്ടെത്താനായിട്ട് ഒരു പുതിയ സമ്പ്രദായം ഇവിടെ ഉണ്ടായിരുന്നു. ഓപ്പറേഷൻ ഗജാവോ എന്ന് പറഞ്ഞുകൊണ്ട് കേന്ദ്രം ഒരു പരിപാടി ആസൂത്രണം ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നിതിൻ അഗർവാൾ ഈ കേസ് അന്വേഷണം വീണ്ടും തുടങ്ങാൻ തീരുമാനിച്ചു. ആ കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ASI അസിസ്റ്റൻറ്റ് സബ് ഇൻസ്പെക്ടറായ ചെറുപ്പക്കാരനായ അന്നത്തെ അലി അക്ബർ എന്നു പേരുള്ള ഒരു നല്ല സത്യസന്ധനായ പോലീസ് ഉദ്യോഗസ്ഥനെ ഈ അന്വേഷണ ചുമതല ഏൽപ്പിച്ചു. അദ്ദേഹം പല പ്രമാണ കേസുകളിലും ആ കാലഘട്ടത്തിൽ കണ്ടെത്തിയതായിട്ടുള്ള ഒരു ഹിസ്റ്ററി കൂടി ഈ അലി അക്ബറിനുണ്ട്. അത് കാരണമാണ് അലി അക്ബറിനെ ഈ കേസ് ഏൽപ്പിച്ചത്. അലി അക്ബർ അതുപ്രകാരം വളരെ സത്യസന്ധമായി ഇതിൻ്റെ കുറേ കാര്യങ്ങൾ കണ്ടെത്തി രേഖപ്പെടുത്തിയിരുന്നു. അതായത് സുകുമാരക്കുറുപ്പ് ഇവിടെ നിന്ന് പോയി ഗൾഫിൽ താമസിക്കുന്നുണ്ട് എന്നും ഒരു മുസ്ലിം പേരായിട്ടാണ് അവിടെ ജീവിക്കുന്നത് എന്നും കുടുംബവും അവിടെ ഉണ്ടെന്നും ഒക്കെ അദ്ദേഹം കണ്ടെത്തി. അതിനുശേഷം 3 പ്രാവശ്യങ്ങളിലായിട്ട് കേരളത്തിൽ അദ്ദേഹം വന്നിട്ടുണ്ട്. ഒന്ന് അദ്ദേഹത്തിൻ്റെ മകളുടെ കല്യാണത്തിന് വന്നിട്ടുണ്ട്, അതിൽ പങ്കെടുത്തു പോയിട്ടുണ്ട്. പിന്നെയും പല കുടുംബക്കാരുടെ പല പരിപാടികളിലും ഇദ്ദേഹം നാട്ടിൽ വന്ന് പോയിട്ടുണ്ട്. ഇത് എല്ലാം രേഖപ്പെടുത്തിക്കൊണ്ട് ഈ അലി അക്ബർ ഒരു ഫയൽ ഈ നിതിൻ അഗർവാൾ, അപ്പോഴേക്കും നിതിൻ അഗർവാൾ ഇവിടുന്ന് മാറ്റം പോയി, ഈ ഇവിടെ ഓഫീസിൽ കൊണ്ടുവന്ന് ഈ ഫയൽ ഏൽപ്പിച്ച റിപ്പോർട്ടുകളെല്ലാം അടങ്ങിയത്. പക്ഷേ അലി അക്ബറിന് അന്വേഷണത്തിൻ്റെ റിപ്പോർട്ട് ഉണ്ടാക്കാനേ ചുമതലയുള്ളൂ. അദ്ദേഹം ആ ഫയൽ അവിടെ ഏൽപ്പിച്ചു. പക്ഷേ അവിടുന്ന് മുന്നോട്ടേക്ക് യാതൊരുവിധ നടപടിയും ആ കേസിൽ പിന്നീടുണ്ടായില്ല. ആ ഫയൽ തന്നെ പൂഴ്ത്തി. ഇതാണ് ഇപ്പോൾ അലി അക്ബർ പറയുന്നത്. അപ്പോൾ ഈ ഫയൽ പൂഴ്ത്തണമെങ്കിൽ വലിയ ഉന്നതമായിട്ട് ബന്ധം ഈ സുകുമാരക്കുറുപ്പ് കീപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു മുസ്ലിമായിട്ട് ഗൾഫ് രാജ്യങ്ങളിൽ ജീവിക്കുക. അന്നൊക്കെ ഈ കേരളത്തിൽ എത്ര പാസ്പോർട്ട് വേണമെങ്കിലും ഒരാൾക്ക് എടുക്കാം, പല പേരുകളിലെടുക്കാം. ഇപ്പോഴും കേരളത്തിലെ പല ഹിന്ദുക്കളും ഈ മറ്റ് ഗൾഫ് രാജ്യങ്ങളിൽ പോയി മുസ്ലിം പേരിൽ ജീവിക്കുന്ന എത്രയോ പേരെ ഇപ്പോഴും ശരിക്കും അന്വേഷിച്ചാൽ കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഇപ്പോഴാണ് പാസ്പോർട്ടൊക്കെ വളരെ 10 കൊല്ലം ആയിട്ടുള്ളൂ. പാസ്പോർട്ടൊന്നും ഇനി അങ്ങനെ എടുക്കാൻ പറ്റില്ല. അതുവരെയും അതായത് ഈ 10-12 കൊല്ലം മുന്നേയും ഇന്ത്യയിൽ എത്ര പാസ്പോർട്ട് വേണമെങ്കിലും ആർക്കും എടുക്കാം എന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് ഈ BJPയുടെ സർക്കാർ വന്നതിന് ശേഷമാണ്, നരേന്ദ്രമോദി വന്നതിന് ശേഷമാണ്. ഇപ്പോൾ ഒരു പാസ്പോർട്ട് കിട്ടാൻ തന്നെ ബുദ്ധിമുട്ടാണ്. അത്രയും സ്ട്രിക്റ്റായിട്ട് അന്വേഷണങ്ങളും കാര്യങ്ങളും ഉണ്ടായിരിക്കും. പിന്നെ ഫിംഗർ പ്രിൻ്റ്, ഹൈ പ്രിൻ്റ് എല്ലാം ഉൾപ്പെട്ടുകൊണ്ടാണ് പാസ്പോർട്ട് കിട്ടുന്നത്. പണ്ടങ്ങനെയല്ല. ഒരു 3 ഫോട്ടോ അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ഫോട്ടോ വെച്ച് എന്ത് പേരും എന്ത് അഡ്രസ്സും വെച്ച് പാസ്പോർട്ട് ഉണ്ടാക്കി കൊടുക്കുന്ന വലിയൊരു ഗൂഢസംഘം തന്നെ ഇന്ത്യയിലും അല്ലെങ്കിൽ കേരളത്തിലും ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് കാസർഗോഡ് ഏരിയയിൽ. കാസർഗോഡ് സർട്ടിഫിക്കറ്റുകൾ തന്നെ വളരെ പ്രസിദ്ധമാണ്. അപ്പോൾ ഈ സുകുമാരക്കുറുപ്പ് അത്തരത്തിലുള്ള സർട്ടിഫിക്കറ്റുകളും ഒക്കെ ഉണ്ടാക്കി ഇവിടെ നിന്നും നാട് വിട്ട് സുഖമായിട്ട് അതേ ഗൾഫ് രാജ്യങ്ങളിൽ ജീവിക്കുന്നു. ഇവിടെ ഒരു നിരപരാധിയായ
ഒരു ഫിലിം റെപ്രസെൻറ്റേറ്റീവായ ചാക്കോയെ വധിച്ച് കത്തിച്ച് കളഞ്ഞു. പിന്നെ അന്ന് കോളിളക്കം സൃഷ്ടിച്ച ഒരു കേസായ കാരണം അന്നത്തെ സർക്കാർ ഈ ചാക്കോൻ്റെ ഭാര്യയ്ക്ക് ഒരു സർക്കാർ ജോലി കൊടുത്തിരുന്നു. അത് കാരണം ചാക്കോ ഈ മരിക്കുന്ന ദിവസം ചാക്കോയുടെ ഭാര്യ പൂർണ്ണ ഗർഭിണിയായിരുന്നു. ആ കുഞ്ഞ് സ്വന്തം അപ്പനെ കാണാതെയാണ് പിന്നീട് ജീവിച്ചത്. പ്രസവിക്കുമ്പോഴൊന്നും അപ്പനില്ല, മരിച്ചുപോയി. പക്ഷേ ഇവിടെ ഒറ്റ ചോദ്യമേ ഉള്ളൂ. കേരളത്തിൽ ഈ സുകുമാരക്കുറുപ്പ് പോലെ, അഭയ കേസ് പോലെ ഇപ്പോൾ ശിക്ഷിച്ച് ജയിലിൽ കിടക്കുന്ന ഈ സൗമ്യ കേസ് അല്ലെങ്കിൽ പെരുമ്പാവൂര് നിഷ കേസ്, ഇതൊക്കെ ശരിയായ അന്വേഷണങ്ങളായിരുന്നോ? ശിക്ഷിച്ചത് തന്നെ ശരിയായ പ്രതികളായിരുന്നോ? ഈ പിടിക്കാത്ത അഭയ കേസും അല്ലെങ്കിൽ സുകുമാരക്കുറുപ്പും ഒക്കെ ഇവിടെ ഒന്നും ആവാതെ ഇപ്പോഴും പെൻഡിങ് ആയി നിൽക്കുന്നു. അപ്പോൾ ഇവിടെ ഒരു കാര്യം ഉറപ്പാണ്, ഇത് യു പിയിലോ ഡൽഹിയിലോ ബീഹാറിലോ ഗുജറാത്തിലോ ആണെങ്കിൽ വലിയൊരു സംഭവമായിട്ട് കഥകൾ ഇങ്ങനെ ഉണ്ടാക്കി ഇവിടെ ഇങ്ങനെ ഇറക്കുമായിരിക്കാം. പക്ഷേ ഇത്തരത്തിൽ ഈ പെരുമ്പാവൂര് നിഷ കേസിൽ ഇവിടെ TV ചർച്ചയിലിരുന്ന് ഒരു സാമൂഹ്യ പ്രവർത്തകൻ ഓപ്പണായി പറഞ്ഞിട്ടുണ്ട്, ആ കേസ് ശരിയായ ആ കൊലപാതകം നടത്തിയവരെയല്ല പിടിച്ചിരിക്കുന്നതും ജയിലിലിട്ടിരിക്കുന്നതും. അതുതന്നെയായിരുന്നു സൗമ്യ കേസിലെ ആ വിധി പറഞ്ഞ ജഡ്ജി വരെ അദ്ദേഹം എഴുതിയ ഒരു ഓർമ്മക്കുറിപ്പുകൾ ആ പുസ്തകത്തിൽ പറയുന്നതായിട്ട് എവിടെയോ കണ്ടിട്ടുണ്ട്. അപ്പോൾ കേരളത്തിൽ ഇത്തരത്തിൽ പ്രമാദമായ കേസുകളിൽ ഇടപെടുന്ന ഉന്നതരായ രാഷ്ട്രീയക്കാരുണ്ട് എന്നല്ലേ നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇപ്പോഴും ഈ രാഷ്ട്രീയക്കാരെ ഇടപെട്ടാൽ വലിയ പോലീസ് ഉദ്യോഗസ്ഥരും അതിന് കീഴ്പ്പെടുന്നു. അങ്ങനെ പ്രമാദമായ കേസുകളൊന്നും ഇവിടെ തെളിയിക്കുന്നില്ല. അന്ന് തന്നെ സുകുമാരക്കുറുപ്പ് ആ മന്ത്രിസഭയിലെ ഒരു മന്ത്രിയുടെ വീട്ടിൽ താമസിച്ചിട്ടുണ്ടെന്നാണ് അതിനെ ഉൾപ്പെടുത്തിക്കൊണ്ടൊരു സിനിമ തന്നെ പിന്നീട് ഇറങ്ങുകയുണ്ടായി. അപ്പോൾ കേരളം അത്ര വലിയ ഒരു സംഭവമൊന്നുമല്ല. കേരള പോലീസിന് കഴിവുണ്ടായിട്ടും ഇവിടുത്തെ രാഷ്ട്രീയക്കാരുടെ ഇടപെടലുകൾ കാരണം പല പ്രമാദ കേസുകളും ഇവിടെ തെളിഞ്ഞിട്ടില്ല എന്ന് ഇവിടുത്തെ ജനം മനസ്സിലാക്കുക. അതാണ് ഇവിടെ മാറി മാറി ഭരിച്ചവരുടെ അവസ്ഥ. ഇവിടെ നമ്മൾ ഒരു മദ്യ ദുരന്തം ഉണ്ടായല്ലോ, ഇവിടെ നമ്മുടെ മണിച്ചൻ കേസ്. ആ കേസ് 1990-കളിലോ 91-ലോ നടക്കുന്നത്. അന്ന് ആ കേസ് അന്വേഷിച്ചിട്ട് മണിച്ചനിലെത്തിയപ്പോൾ അവിടെ നിന്നു. പിന്നെ മുകളിലോട്ട് അന്വേഷണം ഇല്ല. അതെന്താണ്? അങ്ങനെ പല കേസും നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും. ഇപ്പോൾ ഒരു 52 വെട്ട് ചന്ദ്രശേഖരൻ, TP ചന്ദ്രശേഖരൻ കേസ് ആദ്യമൊക്കെ നല്ല അന്വേഷിച്ച് ചെല്ലും. ഒരു ലെവലിലെത്തിക്കഴിഞ്ഞാൽ പിന്നെ മുകളിലോട്ട് പോകില്ല. അതായത് ഇതിൻ്റെ മെയിൻ ആസൂത്രകനെ കണ്ടെത്തേണ്ട ആ ലെവലിലേക്ക് ഒരു കേസും പോവാറില്ല. കാരണം ചെയ്യുന്നതും ചെയ്യിക്കുന്നതും ഒക്കെ ആരായിരിക്കും തന്നെ ഊഹിച്ച് മനസ്സിലാക്കുക. അപ്പോൾ കേരളത്തിൽ ഇത്തരത്തിലുള്ള ഒരുപാട് കേസുകൾ നിലനിൽക്കുന്നു. ഇപ്പോൾ തന്നെ എത്രയോ പെൺകുട്ടികളെ മിസ്സിങ്ങാണ് കേരളത്തിൽ, കാണാനില്ല. ആദ്യത്തെ കുറച്ച് ദിവസം പേപ്പറിലൊക്കെ എഴുതും, ചിലപ്പോൾ അതുമില്ല. ഇപ്പോൾ ഒരു തമാശ ഉണ്ടായിട്ടുണ്ട്. തുഫാൻ മയക്കുമരുന്ന് വേട്ടയ്ക്കിറങ്ങി. അതിന് കുറച്ച് സ്പെഷ്യൽ പോലീസ് സേനയാണ് ഇറക്കിയിരിക്കുന്നത്. അത് കാരണം അവർ എവിടെയെങ്കിലും ഒരു ഫോൺ കോൾ കിട്ടിയാൽ പെട്ടെന്ന് പോയി ആ സ്ഥലം ചെക്ക് ചെയ്യും, റൈഡ് ചെയ്യും, പരിശോധിക്കും. അങ്ങനെ മലപ്പുറത്ത് കരിങ്കല്ലത്താണി അങ്ങനെ ഏതൊരു സ്ഥലത്ത് ഒരാഴ്ച മുന്നേ ഒരു റൈഡ് മയക്കുമരുന്ന് ബന്ധപ്പെട്ട് പോയി റൈഡ് ചെയ്ത് നോക്കിയപ്പോൾ കിട്ടിയ സംഭവമാണ് തമാശ. 6 മാസം മുമ്പേ കാണാതായ ഒരു പെൺകുഞ്ഞിനെ ആ കേന്ദ്രത്തിൽ നിന്ന് കിട്ടി. ഇവർ ഒളിപ്പിച്ചു വെച്ച് പീഡിപ്പിക്കുകയായിരുന്നു. അപ്പോൾ തുഫാൻ വന്നപ്പോൾ അതെങ്കിലും പുറത്തു ചാടി. അങ്ങനെ കേരളത്തിൻ്റെ പല സ്ഥലങ്ങളിലും ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ മിസ്സിംഗ് ഉണ്ട് ഇവിടെ. ആ കേസുകളും ഒക്കെയുമായി ബന്ധപ്പെട്ട് ഇവിടെ പ്രമുഖരായ മുന്നിൽ നിൽക്കുന്ന മേലിൽ നിൽക്കുന്ന വലിയ വലിയ ആൾക്കാരാണ്. അത് രാഷ്ട്രീയക്കാരനുണ്ടാവാം, സമുദായ നേതാക്കളുണ്ടാവാം, വലിയ വലിയ ബിസിനസ് ആൾക്കാരുണ്ടായിരിക്കാം. പക്ഷേ ഇതിനെല്ലാം കൂട്ടുനിൽക്കുന്നത് അത്ര നല്ലതാണോ എന്ന് നമ്മൾ സ്വയം ചിന്തിക്കുക. എന്നിട്ട് ഇവിടെ ഇരുന്നു കൊണ്ട് UPയിലെ കഥ പറയും, ഡൽഹിയിലെ കഥ പറയും, ബീഹാറിലെ കഥ പറയും.
അല്ലെങ്കിൽ ഗുജറാത്തിലെ കഥ പറയും, സ്വന്തം മുറ്റത്തെ കഥ കണ്ടില്ലെന്ന് നടിക്കും. ഇപ്പോൾ കണ്ടില്ലേ, ഉസ്ബെക്കിസ്ഥാനിലെ ഒരു കുട്ടീനെ ലാപ്ടോപ്പ് കൊണ്ട് അടിച്ചു കൊന്നു. ഇവിടെ പത്രത്തിലെ ന്യൂസില്ല, ടി വിയിലെ ന്യൂസില്ല, ചർച്ച ചെയ്യുന്നില്ല. എന്നിട്ട് ചിലർ അതിനെക്കുറിച്ച് അഭിപ്രായം പറഞ്ഞപ്പോൾ അത് വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ഒരുപാട് പേര് ഇറങ്ങി തിരിച്ചിരിക്കുകയാണ്. ഇതാണ് കേരളം. ഇത് ഇത്തരത്തിലുള്ള കഥകളൊക്കെ മൂടി വയ്ക്കാൻ ഇവിടുത്തെ രാഷ്ട്രീയക്കാരൻ എന്തും ചെയ്തു കൊടുക്കും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് കാരണം ഇതുമാതിരിയുള്ള സുകുമാരക്കുറുപ്പുമാർ ഇനിയും കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കും.